ഹായ് ഓൾ അപ്പം നമ്മളിത് ഭയങ്കര സിമ്പിളായി കണ്ടുള്ളൊരു ലഡുവാണ് ഉണ്ടാക്കുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ്. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് വേണ്ടി നമുക്ക് 2 കപ്പ് കടലമാവാണ് വേണ്ടത്. 2 കപ്പ് കടലമാവിലോട്ട് ഞാൻ ഇത്തിരി ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ആഡ് ചെയ്യാണ്. വെള്ളം 1.25 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യണത് 2 കപ്പ് കടലമാവിലോട്ട്. ഇനി സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫുഡ് കളർ ആഡ് ചെയ്യുക, ഓറഞ്ചോ അല്ലെങ്കിൽ യെല്ലോ കളറൊക്കെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോ സ്പൂണായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പൂഞ്ചി ഉണ്ടാക്കി കണ്ട് ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്തതിന് അടിപൊളിയായിട്ടുള്ള ലഡു കിട്ടും. എന്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ക്രിസ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ കളറൊന്നും ചേഞ്ച് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കളറൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ലഡുവിൻ്റെ ഒരു കളറും ഒന്നും കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാണ്ട് ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഇട്ട് നമ്മൾ പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പൊടിയുക. പൂഞ്ചിയുടെ വലുപ്പത്തിൽ നമ്മൾ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. പൊടിച്ചെടുത്ത് ഒരു ഭാഗത്ത് വെക്കുക. ഇനി നമ്മൾ ലഡുവിന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി നെയ്യ് ആഡ് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി കോരി ഒരു ഭാഗത്ത് വെക്കുക. അതുപോലെ തന്നെ നെയ്യ് ഒരു ഭാഗത്ത് വെക്കണം. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ്. ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പഞ്ചസാര പറയണത് 2 കപ്പ് കടലമാവിന്. അതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ പൊടിച്ചെടുത്തുള്ള പൂഞ്ചി ഇതിലോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് കിസ്മിസും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ വറ്റി വരണ സമയത്ത് നമ്മൾ അതിലോട്ട് നെയ്യ് ആഡ് ചെയ്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് ലഡുവിടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും. അങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ലഡു നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.